നമസ്കാരം, ഞാൻ ആർ.ജി. വിദ്യാശങ്കർ. മധുരഗീതം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. മധുരഗീതത്തിന്റെ വളരെ പ്രൗഢമായ ഒരു മുഹൂർത്തം തന്നെയാണിത്. ഇന്നത്തെ അഭിമുഖത്തിന് സന്നദ്ധരായിരിക്കുന്നത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കൾ ശ്രീകാന്തും ശ്രീരാജും. സ്വാഗതം സർ മധുരഗീതത്തിലേക്ക്. നമസ്കാരം. 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 സർ, ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശങ്കരൻകുട്ടി ആശാനോട് ഒരു നന്ദി എനിക്ക് പറയാനുണ്ട്. കാരണം ഇന്റർവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. ഞാൻ വളരെ നെർവസ് ആയിട്ടാണ് ഈ ഇന്റർവ്യൂവിന് വന്നത്. പക്ഷെ സാറുമായിട്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കി ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന് ആദ്യം ഒരു നന്ദി. ഒരുപാട് സന്തോഷം. കാരണം ആരായാലും നമുക്ക് മനുഷ്യൻ എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ, ഏത് ലോകത്തിരുന്നാലും. അപ്പൊ ആ ഒരു സന്തോഷം 1 മിനിറ്റ് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതേ വിദ്യാശങ്കർ പറഞ്ഞ, ഞാൻ ശങ്കർ എന്ന് മാത്രമേ ഇടയ്ക്ക് വിളിക്കുള്ളൂ, അതുകൊണ്ട് അലോകിക്കാൻ തോന്നുന്നത് ഇല്ലില്ല. വിദ്യ നമുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനുമില്ല. അപ്പോൾ എല്ലാ കാര്യം കൊണ്ടും ആ സംസാരിക്കാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ മക്കൾക്കും, അവരോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൂടി ഞങ്ങളുടെ സന്തോഷം അങ്ങോട്ട് അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. ശ്രീകാന്തിനും ശ്രീരാജനും സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷം 3 പേരെയും കാണാൻ സാധിച്ചതിൽ. US ടൂർ 2024 ആദ്യമായിട്ടല്ല, ഒട്ടനവധി പ്രാവശ്യം ശങ്കരൻകുട്ടി ആശാൻ US-ലും പല വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. എന്നാലും ഇത്തവണ ഈ US ടൂർ 2024ന്റെ വിശേഷങ്ങളും പങ്കുവെച്ച് നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. ശങ്കരൻകുട്ടി സാറിനെ തുടങ്ങിക്കോളൂ. ഞാനാണോ തുടങ്ങേണ്ടത്? അതെ, സാറ് പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്താണ് US ടൂർ 2024ന്റെ പ്രത്യേകത? ഏതൊക്കെ ഡേറ്റിലാണ് പ്രോഗ്രാംസ്? എന്തൊക്കെയാ കാര്യങ്ങള്? 2024ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാനും എൻ്റെ 2 മക്കളും മാത്രമായിട്ടുള്ളൊരു യാത്ര. ബാക്കി എല്ലാ കാലത്തും പല സ്ഥലത്തും ഞാനും മക്കളും ഞങ്ങളുടെ സംഘാംഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ക്യാപ്സ്യൂളുള്ള മട്ടില് ആദ്യം ഞാൻ മാത്രം വന്നാൽ മതി. ഞാൻ പറഞ്ഞ അല്ല, മക്കളും കൂടി വന്നാൽ ഒന്നും കൂടി സൗകര്യം ഉണ്ടല്ലോ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്നുള്ള മട്ടില് കണക്കാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വരാനുള്ളൊരു അനുവാദം ഇതിന്റെ സംഘാടകർ തന്നു എന്നതാണ് ആദ്യത്തെ ഞങ്ങളൊരു സന്തോഷം. പിന്നെ ഇതൊരു വലിയ ടൂറായിട്ടോ ഇല്ലെങ്കിൽ വലിയൊരു സമ്പാദ്യ വിഷയമായിട്ടോ അല്ല ഇപ്രാവശ്യത്തെ വരവ്. ഇതിനു മുമ്പേ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും സമ്പാദ്യം എന്നുള്ള വിഷയം അവരനുവദിക്കുന്ന കാര്യം കൃത്യമായിട്ട് തന്ന് മേടിച്ചിരുന്നു. ആ മനസ്സും ഉണ്ടായിരുന്നു. ഈ വരവിൽ അങ്ങനെ ഒരു മനസ്സില്ല. കാരണം ഞാൻ കേരളത്തിൽ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും രാവിലെ 24 മണിക്കൂറുണ്ടെങ്കിൽ സാധാരണ 21 മണിക്കൂറും യാത്രയോ ജോലിയോ ചെയ്തിട്ട് സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും. ശരിക്ക് ഇതൊക്കെ മാറേണ്ട ഒരു കാലമാണ് ഇപ്പോഴും. ഇത്രയും കാലം ജോലി ചെയ്തു ജീവിക്കാനുള്ള ചെറിയ വകയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ലൈഫിൽ. അപ്പൊ എന്നിട്ട് മറ്റ് അമിതമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് ഇപ്പോഴും എന്നെ സംബന്ധിച്ച്. ഞാൻ മക്കളെയും കൃത്യമായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഇപ്പോ ഒരു വിശ്രമ ജീവിതം മോഹിക്കുന്ന ഒരാളാണെങ്കിലും ഇപ്പോഴാണ് അത് തീരെ ഇല്ലാത്ത അവസ്ഥ. എൻ്റെ പൊന്നു ശങ്കർ, ആവശ്യക്കാർ ഒരുപാട്. പിന്നെ കേരളത്തിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാർ പോലും എന്നെ ചില ജോലി ഏൽപ്പിക്കുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രത്യേക സഞ്ചാരം കൊണ്ടല്ല, ചില വിശ്വാസങ്ങളാണ്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിന് അവര് പഠിച്ചിട്ട് ഇന്നേ വരെ ഏത് തരത്തിൽ നമ്മൾ സഞ്ചരിച്ചിരുന്നു എന്നൊരു ചരിത്രം നമുക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആ ചരിത്രത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു മാർക്ക് കൊണ്ടാണ് അവരെന്നെ അതും കൂടി ചെയ്യാൻ വിളിക്കുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് പ്രവർത്തിക്കുക, ആ ഒരു ജോലി കൊണ്ട് നടക്കൂ. അതുകൊണ്ട് തന്നെ ഈ 2024 US ടൂർ പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, ഞങ്ങൾ സുഖസുന്ദരമായിട്ട് നാട്ടിൽ കഴിയുന്നതിനേക്കാളും സുഖമായിട്ട് കഴിയുന്ന ഒരവസ്ഥ ഇപ്പൊ ഇവിടെ. പ്രത്യേകിച്ച് സുനില്, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ബന്ധുക്കളും കൂടിയാണ്.
വളരെ ഇങ്ങനെ സന്തോഷം സാർ. നല്ലൊരു ടൂറും നല്ല അനുഭവങ്ങളാണ് നോർത്ത് അമേരിക്കൻ മലയാളി ആരാധകർ സാറിന് സമ്മാനിക്കുന്നത് എന്നറിയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും സന്തോഷമുള്ള കാര്യമാണ്. കാരണം കേരളത്തിൽ അത്ര ആരാധകരാണ്. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു കലാകാരനും അദ്ദേഹത്തിന്റെ തന്നെ വളരെ പ്രഗത്ഭരായ മക്കളുമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അമേരിക്കയിലുള്ള മലയാളികൾ നന്നായിട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു കുറവ്. അങ്ങനെ അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ അങ്ങനെ വരില്ല എന്ന് ഉറപ്പായി. കാരണം ഈ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. എല്ലാം ഒന്നിനൊന്ന് മേലെയുള്ള അനുഭവം. താങ്ക് ഒരു യു. കുടുംബ ജീവിതമാണ് ഞങ്ങൾ 3 പേരും ഇപ്പൊ ഇവിടെ കൊണ്ട് നടത്തുന്നതാണ് സത്യം. പിന്നെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോണ്ടേ എന്ന് ചോദിച്ചാൽ നമുക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പോയിരിക്കണം. ഒന്ന് സർക്കാരിന്റെ നിയമവശമായിട്ട് പോയിരിക്കണം. അതെ. പിന്നെ ഈ 2 മക്കളുടെ അമ്മ അവിടെ കാത്തിരിക്കുന്നു തന്നെ. അതുപോലെ ഇനി ഒരു ചോദ്യം ശ്രീകാന്തിനോട് ശ്രീരാജിനോടാണ്. ശങ്കരൻകുട്ടി ആശാൻ അച്ഛനാണ്, ഗുരുസ്ഥാനീയനാണ്. അപ്പൊ ഒരു യാത്ര അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, എന്റെ മക്കളുടെ കൂടെ ഒരു യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണ് US 2024. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്. അതായത് ചെറുപ്പകാലത്ത് അച്ഛനെ കാണാൻ കിട്ടൽ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അച്ഛൻ എപ്പോഴും തിരക്കിലാണ്. എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ടൂറ് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛന്റെ കൂടെ കുറെ കൂടിയും സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അപ്പൊ അതിനെക്കുറിച്ച്, ആ അനുഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അന്നത്തെ കാലം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ ചെറുപ്പകാലത്ത് അച്ഛനെ കാണൽ തന്നെ ഇല്ല എന്നുള്ളത് സത്യമായിരുന്നു. റൈറ്റ്. പിന്നെ ഞങ്ങൾ വെള്ളിനേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിയതിനു ശേഷമാണ് അച്ഛനെ കൃത്യമായിട്ട് കാണാൻ തുടങ്ങിയത്. റൈറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഈ നിമിഷം വരെ. അതാണ് റൈറ്റ്. എപ്പോഴും ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ സമയത്തും ഒരുമിച്ച് തന്നെയാണ്. റൈറ്റ്. അപ്പൊ ബാല്യകാലത്ത് കിട്ടാത്ത അച്ഛന്റെ സമയം ഇപ്പൊ കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ അപ്പൊ ഇതില് ഇതിന്റെ ഒരു തുടർ ചോദ്യമായിട്ടുള്ളത്, ഇപ്പൊ അച്ഛൻ ചെറുപ്പകാലം തൊട്ട് പല ലെസൺസും പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഗുരുവാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ നിങ്ങളെന്ന് പറയുമ്പോ മേളപ്രമാണികളായി ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പാകത്തിനുള്ള പ്രൗഢമായ ആർട്ടിസ്റ്റുകളാണ്. എന്നാലും അച്ഛന്റെ കൂടെ ട്രിപ്പിൾ തായമ്പക എന്നുള്ള ഒരു സ്പെഷ്യൽ ഇനം തന്നെയുണ്ട് അച്ഛനും മക്കളും കൂടി കൊട്ടുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ, അച്ഛന്റെ കൂടെയുള്ള യാത്രകളിൽ അച്ഛനെ കണ്ട് പഠിക്കുന്ന ലെസൺസ് ഇപ്പോഴും ഉണ്ടോ? പുതിയതായിട്ട് അച്ഛന്റെ അടുത്ത് നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴും കിട്ടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? അച്ഛനെ കണ്ടു പഠിക്കാൻ ചെയ്യും. എപ്പോഴും അച്ഛനെ കണ്ടു പഠിക്കലേ ഉള്ളൂ, വേറൊന്നും പഠിക്കാനില്ല. എന്ത് ചെയ്ത അച്ഛൻ എന്താ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞു തന്നാലും നമ്മുടെ പ്രോഗ്രാം സമയത്ത് തത്സമയത്ത് അച്ഛൻ എന്താണ് ചെയ്യാൻ നമുക്ക് ഒരു രൂപമില്ല. കാരണം ആ ഉള്ളിൽ നിന്ന് എന്താ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് പറ്റുന്നത് നമ്മൾ പരമാവധി ചെയ്യാന്നല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ കൂടെ തന്നെയാണ് അച്ഛനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും. ഓരോ സ്റ്റേജും ഓരോ പാഠങ്ങളാണ്. സ്റ്റേജിൽ തന്നെ പാഠങ്ങളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവ്ലി ലവ്ലി. വീണ്ടും ശങ്കരൻകുട്ടി ആശാനിലേക്ക്. ആശാൻ ഇതിപ്പോ 2024 പക്ഷെ ഞാൻ ബയോഡേറ്റ ഒക്കെ വായിച്ചൊന്ന് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ 1978-79 കാലം തൊട്ട് തന്നെ വിദേശയാത്രകൾ തുടങ്ങിയിട്ടുണ്ട്. പോളണ്ടിലും UK ഒരുപക്ഷെ കേരളത്തിൽ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കരുത് എന്ന് ശ്രീനിവാസൻ സാർ എഴുതുന്നതിന് മുമ്പ് തന്നെ പോളണ്ടിൽ പോയി പെർഫോം ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ. അപ്പൊ സാർ ഇപ്പൊ 35 വർഷത്തോളം പല പല വിദേശ രാജ്യങ്ങളിൽ പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ മാറി വരുന്ന കാലഘട്ടത്തില് വാദ്യകല എന്ന കലാരൂപത്തോടുള്ള പൊതുജന സമ്മതം സാറ് നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത്. ഇപ്പൊ തുടക്കകാലത്ത് ചിലപ്പോൾ ഒരു പക്ഷെ ഇത്ര അധികം പോപ്പുലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 79-80 കാലഘട്ടങ്ങളിലും ഇപ്പൊ 2024 വന്ന് നിൽക്കുമ്പോഴും പൊതുജനം എങ്ങനെയാണ് വാദ്യകല എന്ന കലാരൂപത്തിനെ സമീപിക്കുന്നതും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതും? ഈ ചോദ്യത്തിന് മൊത്തമായിട്ട് ഒരൊറ്റ വാക്കിലുള്ള ഉത്തരം കൊണ്ട് കഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം 79 തുടങ്ങി എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വിദേശയാത്ര, ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് 79 പോളണ്ടിലാണ്. അതെ. പോളണ്ടില് പോകുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ യാത്രയാണ്. ആ യാത്രക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ വന്നിട്ട് 10 ദിവസം അവിടെ സാധാരണ ലക്ഷ്മി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്
ആ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയത് ശ്രീകൃഷ്ണപുരത്തുള്ള കൃഷ്ണൻ നമ്പൂതിരി, നെടുമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്ന അദ്ദേഹം നാടക വിഷയത്തിൽ അത്രയായിട്ട് അദ്ദേഹത്തിന് മുൻ പരിചയം ധാരാളമുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ പോകാനുള്ളൊരു ഭാഗ്യമാണ് ആദ്യം കിട്ടിയത്. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു ലക്ഷ്മി നഗറിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ രസമാണ്. അന്ന് ഒരു ടെന്റ് കെട്ടിയിട്ട്, അവിടെ വീടൊന്നുമില്ല അദ്ദേഹത്തിന്, ഒരു ടെന്റ് കെട്ടി വെള്ളം ആ പൈപ്പ് ഇങ്ങനെ അടിച്ചിട്ട്, ഞങ്ങൾ 10-14 പേരാണ്, അങ്ങനെ അടിച്ച് കുളിച്ച് ജപിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കിട്ടാൻ, വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ഇരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പഴയ കാലത്തുള്ള തീവണ്ടി, അതിന്റെ പേര് തീവണ്ടി എന്നാണ്. അതെ, ട്രെയിൻ എന്ന് പറയാൻ വയ്യ, മുറക്ക് തീ. അന്ന് ഡീസൽ എഞ്ചിൻ ഇല്ലാന്നാ എന്റെ ഓർമ്മ. കൽക്കരി വണ്ടി. ആ, തീവണ്ടി. അതെ. അതില് ഡൽഹി വരെ 2-3 ദിവസം എടുത്തിട്ടുള്ള യാത്ര. അവിടെ ചെന്നിട്ട് 10 ദിവസം താമസം ഈ ലക്ഷ്മി നഗറിൽ. ഈ സാധാരണ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വിറ്റൂണ് എന്നാണ് അതിന് പറയാ. പുതിയ ഭാഷ പഠിച്ചോളൂ, ശങ്കർ അതും കൂടി പറയും, വിറ്റൂണ് എന്ന് പറയാം. അതുമാതിരി അവിടെ താമസിക്കുക. ഇദ്ദേഹം രാവിലെ ഒരു പെട്ടി എടുത്ത് പോവും, വിസ കിട്ടും, വൈകുന്നേരം വരും, വിസ കിട്ടിയില്ല പറയും. ഇങ്ങനെ 10 ദിവസം പൊന്ന് ശങ്കറെ അവിടെ താമസിച്ചു. അപ്പൊ മനസ്സിൽ തോന്നി, ഇനി ഇത്രയും ദിവസം ഇദ്ദേഹം ശ്രമിച്ചിട്ട് ഈ വിസ കിട്ടാത്തൊരു അവസ്ഥ വരട്ടെ, ഇനി ഞാൻ കേരളത്തിലേക്ക് മടങ്ങുന്നില്ല, മനസ്സുകൊണ്ട് തീരുമാനിച്ചു. 11ാമത്തെ ദിവസം കിട്ടി വിസ. പിന്നെ നമ്മൾ സമയമെടുത്ത് പറഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് കേൾക്കാനായിട്ടാണ് സാറിന്റെ ആരാധകർ കേട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കഥകൾ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. അതെ, അത് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പരിയാനം മറ്റേ ദിവാകരൻ. അദ്ദേഹം കഥകളി നടനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അതിനു മുമ്പേ അങ്ങ് ഒരു ഇറ്റലി യാത്ര ഇതേ ടീമിന്റെ കൂടെ പോയിരുന്നു. ഇതിനു മുമ്പേ ഒറ്റ യാത്രയെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഞാൻ ദിവാകര വിളിക്കുക, എന്നെ ശങ്കരാന്നൊക്കെ, അങ്ങനെ ഒരു സുഹൃത്തുക്കള്, ആത്മസുഹൃത്ത്. ഇപ്പോൾ അങ്ങോട്ട് ജീവിച്ചിരിപ്പില്ല. അപ്പോ അങ്ങോർക്കൊരു യാത്രാ അനുഭവമുള്ള മറ്റ് വിമാനത്തിലുള്ള ആദ്യത്തെ യാത്ര ഡൽഹിയിൽ നിന്ന് കയറി പിന്നെ ഇങ്ങോരെന്നെ പഠിപ്പിക്കുകയാണ്. ഇത് ഹിമാലയത്തിന്റെ മേലെയാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു, എന്ത് ഈ പൊട്ടൻ, കുറെ കഴിഞ്ഞാൽ ഈ ഹിമാലയം കാണാണല്ലോ, എന്നാലും നമ്മൾ അവിടെ എത്തുള്ളൂ. ഏകദേശം അവിടെ എത്തുന്നവരുണ്ട്, ഈ മേഘവും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം പോയി ഇറങ്ങുന്നത് മോസ്കോയിലാണ്. മോസ്കോയിൽ എത്തുന്നവർ ഹിമാലയോ? ഞാൻ ചോദിച്ചു, നീ പമ്പര വിഡിത്തം പറയാ, മോസ്കോയിൽ എത്തുന്നവർ. അങ്ങനെയാണ് പോളണ്ട് പോയി ഇറങ്ങിയത്. ഒരു മാസം. അത് കഥകളിക്ക് കൊട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കഥകളി ടൂർ, തായമ്പയോ പഞ്ചവാദ്യ മേളോ അല്ല. അങ്ങനെ പോയിട്ട് ഒരു മാസം അവിടെ താമസിച്ചു. അങ്ങനെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നു. പിന്നീട് അമേരിക്കയിൽ വരുന്നത് 85-ലാണ്. 79-ൽ ആദ്യത്തെ ടൂർ പോയി, 85-ൽ അമേരിക്കയിൽ വരുന്നത്. അത് ഒരു ന്യൂയോർക്ക് ഫിലാർമോണിക് അത്രേ അന്നൊക്കെ അറിയുള്ളൂ. യാത്ര പോകാന്നല്ലാണ്ട് അതിനെക്കുറിച്ച് വരുന്നത് ഞാൻ, എൻ്റെ കൂടെ മറ്റ് 3 പേരും. ഒന്ന് മദ്ദളത്തിൽ ഇപ്പോഴും ലോകപ്രസിദ്ധനായ ചെർപ്പുളശ്ശേരി ശിവൻ, പിന്നെ കലാമണ്ഡലം ശ്രീധരൻ നമ്പീശൻ തിമല, അദ്ദേഹം അവിടെ അധ്യാപകൻ, പിന്നെ തിരുവില്ലാമല നാരായണൻകുട്ടി എന്നൊരു ഇലത്താളക്കാരൻ. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. പരിപാടി നടക്കുന്ന ന്യൂയോർക്കിലുള്ള വലിയൊരു സ്റ്റേജിൽ 10 ദിവസം ഒരേ സ്ഥലത്താണ്. ഞങ്ങൾക്ക് ആദ്യത്തെ 10 മിനിറ്റ് പരിപാടിയാണ്. അത് ഞങ്ങളൊരു. അപ്പൊ സാർ, ഈ ആദ്യഘട്ടത്തിൽ ന്യൂയോർക്കിലായാലും പോളണ്ടിലായാലും സാറ് പോയി പെർഫോം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ജനസമ്മതിയുടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അന്ന് പോയതിനും ഇന്ന് വന്നതിനുള്ള ജനസമ്മതി, അതിലാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം തുടങ്ങിയത്. അപ്പൊ ആ ഒരു ജനങ്ങൾ ഈ കലാരൂപത്തിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് സാറ് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു പണ്ടത്തെയും ഇപ്പോഴത്തെ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? ആദ്യത്തെ പോളണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ കഥകളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പറഞ്ഞല്ലോ. അപ്പൊ കഥകളി അതിലുള്ള കൊണ്ടുപോയ ആള് കൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം ഒരുപാട് നാടകവും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ആളായിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ അറിയുന്ന ഒരാള്. അപ്പൊ അവരെ കീഴിൽ അവരുടെ കൂടെ പോയിട്ട് നമ്മൾ അവരെന്താണോ ചെയ്യുന്നത് അതിന്റെ അക്കമ്പനിമെന്റ് ആയിട്ടാണ് നമ്മൾ പോയത്. റൈറ്റ്. അപ്പോ അതിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ നാടിന് അപ്പുറം ഈ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു ചൊല്ലനുസരിച്ച് എന്തെല്ലാമാണ് ലോകാസമസ്ത സൂന പോകുന്നത് എല്ലാം പറഞ്ഞ് അതുമാതിരി ഈ ഒരു ചെറിയ ലോകമാണ് ഇത് എന്ന് അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം. കാരണം നമുക്ക് അന്ന് ഈ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ സായിപ്പന്മാര് ഒറ്റ വിചാരമേ ഉള്ളൂ. അതെ. പക്ഷെ ഈ പോകുന്ന സ്ഥലത്ത് അവര് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള അന്ന് പോയത് കഥകളി എന്ന കലാരൂപത്തിനെ ഇങ്ങനെ ആരാധിക്കുന്നു, എത്രമാത്രം ആസ്വദിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Right. അത് ഒരു പഞ്ചസാര തിന്നാ അതിന് മധുരം എന്നുള്ളത് മധുരാന്ന് നമുക്ക് മൊത്തം പറയാന്നല്ലാണ്ട് അതിന് സ്വയം അനുഭവിച്ചാലേ അറിയുള്ളൂ. അപ്പോ ആ ഒരു വിഷയത്തിൽ അവരിങ്ങനെയും കണ്ട് ഭ്രമിച്ചിരിക്കുന്നു എന്ന് പറയാം. എൻ്റെ ആ കാലത്തുള്ള 79 പറഞ്ഞാൽ എനിക്കും ചെറിയ കുട്ടിയാണ്. ഇപ്പോഴും അത് വേറെ വിഷയം. അപ്പൊ ആ ഒരു കാഴ്ചയിൽ എനിക്ക് തോന്നിയ വിഷയം അതാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഭാരതത്തിലുള്ള ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് വന്നൊരു കലാരൂപം അതിന് ഈ വിദേശങ്ങളിൽ അന്ന് പോളണ്ട് അമേരിക്കയിലേക്കാളും കേമാന്നുള്ളൊരു ധാരണയാണ്. കാരണം എൻ്റെ ആദ്യത്തെ യാത്ര തന്നെ. റൈറ്റ്. അപ്പൊ ഈ ഒരു വിദേശ രാജ്യത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന കഥകളി എന്ന പ്രശസ്തമായ കലാരൂപം ഇത്രയും അധികം ആസ്വദിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരാധിക്കുന്നു എന്നാണ് എൻ്റെ ഭാഷയിൽ. ആ ആരാധന അവിടെയുള്ള എല്ലാ ജനങ്ങളും തന്നിരുന്നു എന്നതാണ് ആദ്യത്തെ അനുഭവം. ലവ്ലി, ലവ്ലി. അന്നും ഇന്നും ഒരുപോലെ തന്നെ വാദ്യകല എന്ന ആ ഒരു കലാരൂപത്തിന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കലാരൂപങ്ങളൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു കാര്യം നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട് സാർ. അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ? അത് ഒരു ഭാഗം. അതെ. പിന്നീട് പോകുന്നത് അടുത്തത് വരുന്നത് 85 നേരത്തെ പറഞ്ഞ ന്യൂയോർക്കിൽ വരുന്നു. അത് കഥകളിയോ മറ്റ് ഇതൊന്നും ഇല്ലാണ്ട് വാദ്യത്തിന്റെ മാത്രം രൂപമായിട്ട്, അതും അന്ന് ഈ ഫ്യൂഷൻ എന്നൊന്നും പറയാൻ പോലും എനിക്കറിയില്ല കേട്ടോ. ഒരു ചെണ്ട, മദ്ദളം, ഒരു തിമല, എലത്താളം, ഇങ്ങനെ ഒരു ടീം ഇല്ല. ഇങ്ങനെ 4 ഉപകരണം വെച്ചിട്ട് അന്ന് കേരളത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ചെണ്ട, മദ്ദളം, എലത്താളം. താളം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഉപ്പിടുന്ന മാതിരിയാണ്. അതെപ്പോഴും പക്ഷെ ചെണ്ട, മദ്ദളം, തിമല ഈ വിഷയത്തിന് ഒരു താളം കൂടി ചേർന്നിട്ട് ആദ്യത്തെ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് പോലും അറിയില്ല. ഇവിടെ വന്നാൽ 10 മിനിറ്റാ. അപ്പോൾ ആ 10 മിനിറ്റിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കുന്നു, അത് ചെയ്യണം. ആദ്യമായിട്ടാണ്. അപ്പോൾ വാദ്യത്തിന്റെ ശബ്ദം, ഈ വ്യത്യസ്തമായ ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം, അതും ഈ സായിപ്പന്മാരും എൻ്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ എന്നും ഇങ്ങനെ ആസ്വദിക്കുന്നതിന്. അപ്പോൾ നമുക്ക് കേരളത്തിലെ പൊതുവെ കലാകാരന്മാർക്കൊരു തോന്നലുണ്ട്. ഞാൻ ശങ്കർ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാതെ, അന്നൊക്കെ കേരളത്തിലുള്ള ചെണ്ട, മദ്ദളം അതൊക്കെ ഒരു സാധയാണ്. അത് ലോകത്തിൽ അത് കേരളത്തിൽ കൊട്ടി നടക്കുന്ന ഒരു രൂപമാണ്. ഒരുപാട് ആൾക്കാർ ഒന്നും അറിയാത്തവനാ ചെണ്ട കൊട്ടാൻ പോവാന്ന് സ്വകാര്യമായിട്ട് ഒരു ചൊല്ല് അന്നവിടെ. ആ കലാരൂപത്തിന് വേണ്ട ഒരു വില കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2 തരത്തില്. ഇപ്പോഴാലോചിക്കുമ്പോ അത് 2 തരത്തിലാവാം. ഒന്ന്, കേരളത്തിലുള്ള ആൾക്കാർ അവരെവിടെ പോയാലും ഞങ്ങൾക്ക് ഇതൊക്കെ ബൈഹാർട്ടാന്നൊരു തോന്നലുണ്ട്. അത് ശരിയല്ല. ഓരോ വിഷയത്തിനും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞാൽ അപ്പോഴാണ് ഒരു ബൈഹാർട്ടാന്ന് പറയേണ്ടത്. ഇതൊന്നല്ല, കേരളത്തിൽ ജനിച്ച അവന് ചെണ്ട അറിയാന്നാ തോന്നുക പുറത്തു പോയാൽ. അതെന്താ കാരണത്തെ കേരളത്തിൽ ഇത് സുലഭമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഒന്ന് പൂരത്തിനോ ഉത്സവത്തിനോ ഒന്ന് അതിനെ ഒരു ചില ചെണ്ടമോളോ പഞ്ചവാദ്യമൊക്കെ കേട്ട് ഒരു അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് കേരളത്തിൽ ആയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ളൊരു തോന്നൽ ഒരുവിധം എല്ലാ മലയാളീസിനും ഉണ്ട്. അപ്പോ ഇത് ശ്രദ്ധിക്കുമ്പോൾ അവിടെയാണ് ഈ വ്യത്യാസം. നമുക്ക് ഈ ചെണ്ടയും മദ്ദളവും തിമലയും എലത്താളും വെച്ചിട്ട് ന്യൂയോർക്ക് പോയിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ തരുന്ന
ഇഷ്ടവും ആദരവും. നേരത്തെ പറഞ്ഞ കഥകളി എന്ന കലാരൂപത്തിന് കണ്ട് കേട്ട് കുറച്ച് പഠിക്കണം. അതിൻ്റെ മുദ്രകളും കാര്യങ്ങളും കഥകളും പദങ്ങളും. അത് വേണ്ട. വാദ്യം എന്ന് പറഞ്ഞാൽ അത് താളത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു സംഭവമാണ്. ഇപ്പൊ റൈറ്റ് 4 കാലിൽ നടക്കുക, നക്ക് നക്ക നക്ക് നക്ക നക്കിട്ടക്ക 1 2 3 4 1 2 3 ഇങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് ഒന്ന് ടിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ശരിയല്ലാത്തൊന്ന് അകത്ത് പോയ മാതിരി ഇരിക്കും. കേട്ട നക്കിന്നക്ക 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 നക്കിണ്ട 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 ഇങ്ങനെ വരുമ്പം എല്ലാ ആൾക്കാരും അതിലേക്ക് വരികയാണ്. റൈറ്റ് അവിടെ ഭാഷ കുഴപ്പമില്ല, ഭാഷ വേണ്ട. താളം എന്നുള്ളത് അത് സമയമാണ്. അത് ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ ഈ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം പോലും ചിട്ടപ്പെടുന്നത്. അതെ. അപ്പൊ അതിൻ്റെ ഒരു വിഷയത്തിന് ഇത്രയും ആരാധകരുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് അതിൽ നിന്ന് തോന്നിയത്. റൈറ്റ്. ലവ്ലി സർ, ലവ്ലി. താങ്ക് യു സർ. ഇനി ഒരു ചോദ്യം, ഇതിന്റെ ഒരു തുടർ ചോദ്യം ശ്രീകാന്തിനോടും ശ്രീരാജിനോടും ഒന്ന് ചോദിക്കണം എന്നുണ്ട്. അപ്പൊ സാറിന്റെ ആ ഒരു ആർട്ട് ഫോമിനെ കൊണ്ടുപോയി പോളണ്ടിലും UK-യിലും US-ലൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടി വന്നു. പക്ഷെ നമ്മളിപ്പോ ഉള്ളത് 2024-ലാണ്. നല്ല കഴിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ വീട്ടിൽ നിന്ന് ഇടാം, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആർട്ട് ഫോം ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എത്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു സമയത്താണ് നിങ്ങൾ ചെണ്ട, മദ്ദളം, തിമില, എടയ്ക്ക എന്ന് നമ്മുടെ പ്രാചീനമായ ട്രഡീഷണൽ ആയ വാദ്യകലകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലയരൗദ്രം എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ കമ്പോസിഷൻ ഉണ്ടായിരുന്നു, ഒരു കൊളാബറേഷൻ നിങ്ങളുടെ ഉണ്ടായിരുന്നു. വളരെ വെൽ റിസീവ്ഡ് ആയിരുന്നു അത്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. കലാരൂപം അത് തന്നെ, പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും അതിനെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൽ ഇനി അടുത്ത കൊളാബറേഷൻസ് എങ്ങനെയായിരിക്കും, അതിനെ എങ്ങനെയാണ് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടോ? അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പ്രവേശിച്ചോട്ടെ. സാറ് പ്രവചിച്ചോളൂ. അവരൊക്കെ ഇങ്ങനെ സംശയിച്ചിട്ട് നിൽക്കാവും, ചിലപ്പോൾ മക്കളാണല്ലോ. അപ്പോൾ അത്തരം വിഷയങ്ങൾ നമുക്ക് പുതിയത് ചെയ്യാന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താവുന്നല്ലത്. പക്ഷെ മറ്റേത് ഞങ്ങൾ ഇന്നലെ ചെയ്ത പ്രവൃത്തി ഇന്ന് രാവിലെ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരാശയം മനസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് മൂന്നാക്കും. അത് തൽക്കാലം അത് പറയണ്ട, ബാക്കി അവർ പറഞ്ഞോട്ടെ. അത് അറിയാണ്ട് ഇപ്പൊ പറഞ്ഞു പോകരുത് എന്ന്. കാരണം അത് നമ്മൾ ചെയ്തിട്ട് കാണിക്കണത്. വളരെ ഓക്കെ. അപ്പൊ ഒന്ന് കട്ട് ചെയ്യാട്ടോ മൃദുല. ആ ചോദ്യം ഞാൻ വേറെ രീതിക്ക് ഫ്രെയിം ചെയ്യാം. മൃദുല, ഈ ചോദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും വരാം. ചോദ്യം ശ്രീകാന്തിനും ശ്രീരാജിലേക്കുമാണ്. ഇപ്പൊ ലയരൗദ്രം എന്നൊരു ആൽബം നിങ്ങളുടെ ഉണ്ടായിരുന്നു, ഒരു കമ്പോസിഷൻ ഉണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, വളരെ വെൽ റിസീവ്ഡ് ആയിരുന്നു. ഇനി അടുത്ത പ്ലാനുകൾ ഉണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് വെച്ചാൽ 79-80 കാലഘട്ടങ്ങളിൽ ശങ്കരൻകുട്ടി ആശാൻ അദ്ദേഹത്തിന്റെ കലാരൂപം പോളണ്ട് വരെ അദ്ദേഹം യാത്ര ചെയ്ത് എത്തിക്കേണ്ടി വന്നു. പക്ഷെ നിങ്ങളുടെ ലയരൗദ്രം എന്നുള്ളത് ആൽബം ആയിട്ട് തന്നെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ആൽബങ്ങൾ ഒരുപാട് പേര് ആസ്വദിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇപ്പൊ അടുത്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ എന്തെങ്കിലും വേറെ ആൽബം അങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആൽബമായിട്ടില്ല. ഈ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ ഒരു ടീമായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. ത്രികായ എന്നാണ് ആ ബാൻഡിന്റെ പേര്. റൈറ്റ്, ത്രികായ, നല്ല പേര്. ചെണ്ട, മദ്ദളം, തിമല, എലത്താളം, അതിന്റെ കൂടെ പിന്നെ ഡ്രംസ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, തബലയുണ്ട്, മൃദംഗമുണ്ട്, കീബോർഡ് ഉണ്ട്. ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോ നമ്മുടെ ത്രികായ എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് വേണ്ട അതിന്റെ ഇടയിൽ എന്റെ ഒരു മണ്ടൻ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? എന്തായാലും എന്നെ ആൾക്കാർ ചീത്തോർ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാലും ത്രികായ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ 3 ഇൻസ്ട്രുമെന്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പെട്ടെന്ന് ധരിച്ചു കേട്ടോ. പക്ഷെ കുറെ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പൊ എന്താണ് ത്രികായ എന്നുള്ള പേരിന്റെ അർത്ഥം? ത്രികായ എന്ന് പല അർത്ഥങ്ങളുണ്ട് അതിന്. അത് ഈ ഒരു സംസ്കൃത നിയമമാണ് അത്.
എല്ലാം കൂടി കൂടിച്ചേർന്നത് എന്നൊരർത്ഥം വരുന്നുണ്ട് ത്രികായ എന്ന് പറയും. ലവ്ലി. അതുകൊണ്ടാണ് ഞങ്ങളത് ആ പേര് സെലക്ട് ചെയ്യാൻ കാരണം. റൈറ്റ്. പിന്നെ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു കലാമണ്ഡലത്തിൽ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെ ഗസ്റ്റായിട്ട് പത്മഭൂഷൺ ഉമയാൾപുരം ശിവരാമൻ സാറ് വന്ന് ചേർന്നിരുന്നു ഈ പ്രോഗ്രാം. Right. അപ്പൊ അദ്ദേഹം ഈ ത്രികായ കേട്ടിട്ട് അദ്ദേഹം ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരായി മാറി ഇത് ത്രികായ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഈ Right. ഒരു അർത്ഥം മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. റൈറ്റ്. അപ്പൊ അദ്ദേഹം അതിന് ഒരുപാട് അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ. അനൗൺസ് ചെയ്തിരുന്നു. അന്ന് അവിടെ ആ ഈ പ്രോഗ്രാം സമയത്ത് അദ്ദേഹം അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. റൈറ്റ്. റൈറ്റ്. അങ്ങനെയൊക്കെ എന്തുണ്ടായാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ട്രഡീഷണൽ രൂപം എന്ന് പറഞ്ഞാൽ തായമ്പക അതിൽ തന്നെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. അതിപ്പോൾ ഇപ്പോ സിംഗിളായിട്ടും ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും അനവധി പോവാറുണ്ട് ഞങ്ങൾ. റൈറ്റ്. ഇപ്പൊ ത്രികായ എന്ന ബാൻഡിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാം കൂടിച്ചേർന്ന പോലെ എല്ലാ സക്സസും കൂടിച്ചേരട്ടെ. വീണ്ടും ശങ്കരൻകുട്ടി ആശാനിലേക്ക്. അപ്പൊ അവര് ശ്രീകാന്തും ശ്രീരാജും ഉമയാൾപുരം ശിവരാമൻ സാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഈ ചോദ്യത്തിലേക്ക് വരികയാണ്. സാറ് ഉമയാൾപുരം ശിവരാമൻ സാറ്, ജാക്കിർ ഹുസൈൻ സാറ്, ശിവമണി സാറ് എല്ലാവരുടെയും കൂടെ ഫ്യൂഷൻ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെയുള്ള ഉത്തരത്തിലും പറഞ്ഞിരുന്നു താളം അതിന്റെ കാലപ്രമാണം അത് ഭാഷാതീതമാണ്, ഭാഷയ്ക്ക് അവിടെ പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഈ ഫ്യൂഷൻ തുടങ്ങിയ കാലം ഉണ്ടല്ലോ, ഇപ്പൊ ഇവരെ ആദ്യമായി കണ്ടുമുട്ടുന്നു, അവരുടെ ആണെങ്കിൽ ഇപ്പൊ മൃദംഗം, തബല, ഡ്രംസ് എന്ന് പറഞ്ഞ അവരുടെ വേറെ വേറെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ചെണ്ടയും മദ്ദളും ഒക്കെയാണ്. അപ്പൊ സാർ ഒരു ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാള് എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഉപകരണങ്ങളുടെയും ഒരു സൗണ്ട് ടോൺ ഉണ്ടല്ലോ, അതിൽ വരുന്ന ടൊണാലിറ്റി, ഇത് ഒരു വ്യത്യാസം വരില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ഒരു മൃദംഗവും ഒരു ചെണ്ടയും തമ്മിൽ ഒരു ജുഗൽബന്ധിക്ക് ഇരിക്കുമ്പോൾ അതിന്റെ കാലപ്രമാണങ്ങളും താളവ്യത്യാസങ്ങളും അതിന്റെ ആ ഒരു സൗണ്ട് ടോൺ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടുപേരും ഇരുന്നൊന്ന് ചിട്ടപ്പെടുത്തിയിട്ടാണോ അതോ ഒരു ഓൺ സ്റ്റേജ് പോയിട്ട് നേരെ അങ്ങോട്ട് ഇംപ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്യുകയാണോ? ആദ്യം ഈ ഉപകരണത്തിന്റെ വ്യത്യാസങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം പറഞ്ഞുതരാം. റൈറ്റ്. ചെണ്ട എന്ന വാദ്യം ഒരിക്കലും കൃത്യമായിട്ട് ഒരു ശ്രുതി ചേർന്ന വാദ്യമല്ല. റൈറ്റ്. പക്ഷേ ചെണ്ടയുടെ ശ്രുതി അത് മൃദംഗത്തിനോടുകൂടിയും തബലയോടുകൂടിയും മറ്റ് ഡ്രംസുകൾ, ശിവമണി ഉൾപ്പെടെയുള്ള അതിനോടുകൂടിയൊക്കെ ചേർന്ന് ചെയ്യാൻ സാധിക്കുന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ഞാൻ. റൈറ്റ്. അതിന് കാരണം ഒന്ന്, ഇത് എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പരിപാടി കഴിഞ്ഞാൽ ഇതൊരു സുഖമായില്ല, അല്ലെങ്കിൽ സുഖമല്ലാത്തൊരു ശബ്ദം ആയിരുന്നു എന്ന് ഒന്ന് ആദ്യമായിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്ന കലാകാരന്മാർക്ക് തോന്നണം. എന്നെ സംബന്ധിച്ച് അത് ശിവരാമൻ സാറിനും തോന്നിയിട്ടില്ല, സക്കീർജിക്ക് തോന്നിയിട്ടില്ല, കാരക്കുടി മണിസാർക്ക് തോന്നിയിട്ടില്ല, ഉള്ളിയേരി പ്രകാശൻ തോന്നിയില്ല. അങ്ങനെ പങ്കെടുത്ത ഏത് കലാകാരന്മാർക്കും നമ്മളുടെ ചെണ്ട ഒരു അവശബ്ദം ഉണ്ടാക്കുന്നു എന്ന തോന്നൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് പറയാൻ കാരണം, ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ശങ്കർ ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തോടനെ അവർ നമ്മളെ ഉപേക്ഷിക്കുമായിരുന്നു. നേരെ മറിച്ച് അവർ വീണ്ടും വീണ്ടും ഇനിയും വേണം, അത് നമുക്ക് ഒരുമിക്കണം എന്ന മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അപശ്രുതിയായിട്ട് തോന്നാത്തതുകൊണ്ടാണ്. എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മുടെ ഈ ചെണ്ട എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു അസുരവാദ്യാണ് ചെണ്ട എന്ന് പലരും പറയാറുണ്ട്. ഞാൻ പറയാം, നമ്മൾ പ്രവൃത്തി കൊണ്ടാ ദേവന്മാർ ആവേണ്ടത്, ജനിക്കുമ്പോ ഒക്കെ അസുരന്മാരായിട്ടാണ് ജനിക്കാറ്. അതുകൊണ്ട് ചെണ്ട എന്ന ഉപകരണത്തിന്റെ ശബ്ദം അത് വലിയൊരു ശബ്ദമാണ്. ഒരു സിംഹഗർജനം മാതിരിയുള്ള, അത് ജന്മനാ ഉള്ള അതിന്റെ ശബ്ദമാണ്.
നമ്മളിപ്പോൾ കാട്ടിൽ കിടക്കുന്ന സിംഹത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് മെരുക്കി എടുത്തിട്ട് നമ്മൾ പറയുന്ന മാതിരി ചെയ്യുന്നുണ്ട്. അതുമാതിരി ചെണ്ട എന്ന കേരളത്തിന്റെ തനത് ഉപകരണം അത് മറ്റു വാദ്യത്തോട് ചേരും. കാരണം ഇതൊന്നും വെളിയിലുള്ള ഔട്ട് ഓഫ് ഇന്ത്യക്ക് വെളിയിലുള്ള അല്ല. Right. ഈ തബലയായാലും മൃദംഗമായാലും അത് ചില വ്യത്യാസം, ഈ ശബ്ദമൊന്നും തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞ് ആ ചേർച്ച ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഇത്തരം മഹാരഥന്മാരുടെ കൂടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. Right. അത് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് തരക്കേടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വേദികൾ നമ്മൾ പങ്കിടുന്നു, ഇപ്പോഴും പങ്കിടുന്നു. അത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത, അത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ പറ്റും, അത് കഥകളിക്കും കൂടി ഈ ഉപകരണം വായിക്കാൻ പരിശീലിച്ചുകൊണ്ടാണ്. Right. കാരണം കഥകളിയെ സംബന്ധിച്ച് താമര വിടർന്നു അതിനനുസരിച്ച് വേണം, സിംഹം ഗർജിക്കുന്നു അതിനനുസരിച്ച്. ഈ ഒരേ ഉപകരണം കൊണ്ട് നിരവധി ഒരു ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കുക, അത് ചെണ്ട കൊണ്ടേ സാധിക്കൂന്ന് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ തബലയോടും മൃദംഗത്തോടും ഡ്രംസിനോടും എങ്ങനെ പഴയ മലയാളത്തിൽ പഠിച്ച് നമുക്കൊരു ചോദ്യമുണ്ട്, ചേരുംപടി ചേർക്കുക എന്ന്. പഴയ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമൊക്കെയുള്ള ഇതുണ്ട്. മലയാളത്തിൽ ചേരുംപടി ചേരും. അപ്പോൾ ഏതിനോട് ഏത് ചേരണം, ആ ചേർച്ച ഉണ്ടാക്കലാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ചെണ്ട, കേരളത്തിൻ്റെ പ്രത്യേകിച്ചും. അത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അന്നും ഇന്നും ചെയ്യുന്നത്. എന്നും അത് തന്നെയാണ് എൻ്റെ ജോലി എന്ന് എനിക്ക് കൃത്യമായ തിരിച്ചറിവുണ്ട്. റൈറ്റ്. ലവ്ലി സർ, ലവ്ലി. എനിക്കാണ് ഏറ്റവും മനോഹരമായ ഒരു ഉത്തരമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ആൻസർ. ഇത്രയും മനോഹരമായ ഒരു ഉത്തരത്തിന് താങ്ക് യു സർ. വീണ്ടും ശ്രീകാന്തിലേക്കും ശ്രീരാജിലേക്കും എത്താണ്. അപ്പോ ഇത്രയും വർഷം കൊണ്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാട്ടോ, എൻ്റെ അച്ഛൻ എന്നെക്കാൾ വളരെയേറെ വാദ്യകലകൾ എൻജോയ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതുമായ ആളാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പ്രത്യേകം ചോദിക്കണം എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ്, വാദ്യകലയിൽ ഒരു സ്കൂൾ ഓഫ് സ്റ്റൈൽ, ഒരു ശൈലി, മട്ടന്നൂർ ശൈലി എന്ന് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഒരു ശൈലിയുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് നിന്നും അഭ്യസിച്ചു. പക്ഷെ ഇപ്പോ വായിക്കുന്ന പലരും, എന്റെ അച്ഛൻ പറയുന്നതാട്ടോ, അവരുടെ വായനയുടെ ഒരു ശൈലി കേട്ട് കഴിഞ്ഞാൽ സ്ഥിരമായി വാദ്യകല കേൾക്കുന്നവർക്കറിയാം ഇവര് മട്ടന്നൂർ ശൈലിയിലാണ് കൂട്ടുന്നത് എന്നുള്ളത് ഇവര് തമ്മിലുള്ള ഒരു സംസാരമാണ് എന്ന് പറയാറുണ്ട് അച്ഛൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ശ്രീകാന്തും ശ്രീരാജും അച്ഛന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. നിങ്ങൾക്ക് ഓബ്വിയസ്ലി ആ ഒരു മട്ടന്നൂർ ശൈലി വന്നിട്ടുണ്ട്, ആ ഒരു സ്കൂൾ ഓഫ് സ്റ്റൈൽ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ശൈലിയുടെ പ്രത്യേകത എന്താണ്? ഇത് ഞാൻ പറഞ്ഞോണം അത്രയധികം അറിവില്ലാത്ത എന്നെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് മട്ടന്നൂർ ശൈലി? അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? മട്ടന്നൂർ ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. സാധാരണ തായമ്പക തുടങ്ങുന്ന മാതിരി എല്ലാവരും പണ്ടൊക്കെ തായമ്പക തുടങ്ങുന്ന ഒരേ ശൈലിയിലായിരുന്നു. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ആദ്യം മലമക്കാവ് ശൈലി, പാലക്കാട് ശൈലി, അങ്ങനെ 2 ശൈലികളാണ് മുന്നേ തായമ്പയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അത് കൂടാണ്ട് ഒന്ന് പറഞ്ഞിരുന്നതാണ് തൃത്താല ശൈലി. അപ്പം ആ ശൈലികളിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ മലമക്കാവ് ശൈലിയിൽ നമ്മുടെ തായമ്പയ്ക്ക് ഒരു 5 ഘട്ടമുണ്ട്. ചെമ്പടവട്ടം, അത് കഴിഞ്ഞാൽ കൂറുകൂട്ട, പിന്നെ ഇടവട്ടം, ഇടനില, ഇരികിട, അങ്ങനെയാണ് അതിൻ്റെ ഒരു ചിട്ട. അപ്പൊ ഈ കൂറ് എന്ന് പറഞ്ഞ 2ാമത്തെ ഘട്ടം വരുമ്പോഴാണ് ഈ ശൈലീഭേദങ്ങൾ പറഞ്ഞത്. ഈ മലമക്കാവ് ശൈലി എന്ന് പറഞ്ഞാൽ അതിൽ തായമ്പ കൊട്ടുമ്പോൾ ആ ശൈലി പഞ്ചാരി ആൻഡ് ചെമ്പക്കൂറ്, അങ്ങനെ 2 കൂറുകളാണ് കൊട്ടാറ്. പാലക്കാടൻ ശൈലി എന്ന് പറഞ്ഞാൽ അത് ഈ ആദ്യത്തെ ചെമ്പടവട്ടം കഴിഞ്ഞാൽ കൂറ് കൊട്ടുന്നത് അടന്തക്കൂറാണ്. അതാണ് 2 ശൈലികൾ പറഞ്ഞിരുന്നത്. പിന്നെ തൃത്താല ശൈലി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത ശൈലിയാണ്. കാരണം തൃത്താല കേശവ പൊതുവാൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ജീനിയസ് ഉണ്ടായിരുന്നു. ചെന്നൈയിലെ എക്കാലത്തെയും ഒരു ജീനിയസ് ആണ് അദ്ദേഹം. ഓൺ ദ സ്പോട്ട് എന്താ ചെയ്യാൻ ആർക്കും പറയാൻ പറ്റില്ല.
റൈറ്റ്. അങ്ങനെയാണ് ഞങ്ങൾ കേട്ടത്. ആ. ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ അച്ഛൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. റൈറ്റ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് കൊട്ടിയതല്ല നാളെ ഉണ്ടാവുക, എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ബാക്കിയൊക്കെ ഈ മലമക്കാവ് ശൈലിയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. റൈറ്റ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റും. എന്തായാലും ഈ കൂറ് കൊട്ടുന്നതാണ് രണ്ട് ശൈലി വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ തായമ്പകല് ഒരേപോലെയാണ്. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റാണ് ഇപ്പൊ അങ്ങ് ചോദിച്ച മട്ടന്നൂർ ശൈലി എന്താണെന്ന് വെച്ചാൽ, തായമ്പകയുടെ തുടക്കമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങളേതായിട്ടുള്ള അച്ഛൻ്റെതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, ആദ്യം തുടങ്ങുന്ന രീതികൾ, തായമ്പക തുടങ്ങിയിട്ട് ആദ്യം തുടങ്ങുന്ന രീതികൾ, പിന്നെ അതിൽ പുതിയതായിട്ടുള്ള എണ്ണങ്ങൾ. പണ്ട് സാധാരണയൊക്കെ ഇപ്പൊ ചെമ്പട എന്ന് പറഞ്ഞാൽ ചെമ്പട താളത്തിലുള്ള 8 അക്ഷരം ബേസ് ചെയ്തിട്ടുള്ള ഒരു എണ്ണാണ്, എണ്ണാവും ഉണ്ടാവുക. 8 അക്ഷരമാണ് ചെമ്പട താളം. അത് സാധാരണ ഒരെണ്ണാണ് എല്ലാവരും കൊട്ടാറ്. അതിൽ നിന്നൊക്കെ മാറി എണ്ണങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തി ബാക്കി അതിന്റെ നമുക്ക് ഇംപ്രവൈസേഷൻ ആദ്യത്തെ തായമ്പകൾ കുറച്ച് എന്താ പറയാ സ്പീഡിലായിരുന്നു തുടങ്ങിയിരുന്നത്. അത് അച്ഛൻ വന്നപ്പോ കുറച്ചുകൂടി അതിന് പിന്നിലേക്ക് വെച്ച് അതൊരു വളരെ സാവധാനമായി ആദ്യത്തെ തായമ്പ കുറച്ച് കാലം നമ്മൾ പറയുമ്പോൾ കാലം കേറിയിട്ടായിരുന്നു തായമ്പയുടെ ആദ്യ തുടക്കങ്ങൾ ഉണ്ടായിരുന്നു. വളരെ അപ്പൊ അത് ചൗക്ക കാലായി. ആദ്യം 2 സ്പീഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ അത് പിന്നിലേക്ക് വെച്ച് 4 എണ്ണമായി. അതിന്റെ 4 കാലത്തിലാണ് അത് ഇങ്ങോട്ട് പിന്നിലേക്ക് വെച്ചു. ലവ്ലി. അപ്പൊ അത് താങ്ക് യു. അത് ഇത്രയും വളരെ ലളിതമായി പറഞ്ഞു. അത് കൂടാതെ മറ്റു ശൈലികളെ കുറിച്ചും കൂടി പരാമർശിച്ചു. താങ്ക് യു. ആ അറിവും കൂടി ഞങ്ങൾക്ക് പകർന്നു തന്നതിനൊരു നന്ദി. ഇപ്പൊ വീണ്ടും ശങ്കരൻകുട്ടി ആശാനിൽ എത്തുകയാണെങ്കിൽ, അപ്പൊ ആശാൻ ഒരു നല്ല ഗായകൻ കൂടിയാണ്. കഥകളി സംഗീതത്തിലും കൂടി ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ വാദ്യകല മാത്രമല്ല, ഗായകൻ കൂടിയാണ്. കഥകളി സംഗീതത്തിന് ഒരുപാട് വായിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഇംപ്രൊവൈസേഷൻ, പല കാര്യങ്ങളും കഥയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക. അപ്പൊ ചിലപ്പോ ആട്ടക്കാരനാവും ഇംപ്രൊവൈസ് ചെയ്യുക, അതിനനുസരിച്ച് വാദ്യകലയും ഇംപ്രൊവൈസ് ചെയ്യേണ്ടി വരും. ഇത് കഥകളി സംഗീതത്തിൽ എന്താ വെച്ചാൽ ഒരാള് ആട്ടം കളിക്കുന്നു, ഒരാള് പാടുന്നു, ഒരു ചെണ്ടയുണ്ട്, കുഴപ്പമില്ല. ഇത്രയും പേര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. പക്ഷെ ഇപ്പൊ ആശാൻ ഒരു മേളപ്രമാണിയായിട്ട് നിൽക്കുമ്പോ 100 പേര് കൊമ്പും കുഴലും മദ്ദളും തമ്മിലും ചെണ്ട എല്ലാരും ഇപ്പൊ നിൽക്കുകയാണ് ആശാന് ചുറ്റും. അപ്പൊ ആശാന്റെ ഒരു കയ്യനക്കത്തിന് വേണ്ടി ഇവര് കാത്തിരിക്കുകയാണ്, അടുത്തത് ഏത് കാലം മാറി വരികയാണോ എന്താണോ എന്നറിയാൻ. അങ്ങനത്തെ സമയത്ത് റിസ്ക് എടുത്ത് ആശാൻ ഇംപ്രൊവൈസ് ചെയ്യാറുണ്ടോ? അതോ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് വായിച്ചു പോവാറാണോ പതിവ്? ശങ്കർ പറഞ്ഞ വിഷയം, ഒരു മേളമാണെങ്കിലും തായമ്പകയാണെങ്കിലും അതിന്റെ വ്യത്യാസം. തായമ്പക എന്ന് പറഞ്ഞാൽ ഒരു ചെണ്ട കലാകാരന്റെ ഏറ്റവും കഴിവ് കാണിക്കാനുള്ള ഒരു വിഷയമാണ് തായമ്പക. ഒരു മേളം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം കലാകാരന്മാരെ ഒരുമിച്ച് ഒരേമാതിരി കൊണ്ടു നടത്തുക. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞങ്ങളുടെ ഭാഷയിൽ നിങ്ങളൊക്കെ പറയുന്ന മാതിരി തായമ്പകയിൽ കേമ എന്ന് പറയുന്നെങ്കിലും അതൊരു കൃത്യമായിട്ട് ആദ്യം തായമ്പക പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് വേണം മേളത്തിന് പുറപ്പെടാൻ പഴയ ഗുരുനാഥന്മാർ പറയാറുണ്ട്, അന്നും ഇന്നും. മേളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാട്ടെടുക്കാൻ ഒരു ഭജന ഇല്ലേ, കോറസ് പാട്ട്, അതുമാതിരി ഒരു പാട്ടാണ്. ആദ്യം ഒരു വരുവ നാരായണ ഹരേ നാരായ ഇങ്ങനെ പറഞ്ഞാൽ ബാക്കി എല്ലാവരും അതിങ്ങനെ ഒത്തു പാടുക. നേരെ കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കവിളത്ത് മഴ. ഇത് ഒരാൾ ഒറ്റക്ക് പാടണം. ഇത് ഒരു 100 ആൾ ഒരുമിച്ച് വന്ന് ഇതൊരു ജപമാതിരി ആക്കാൻ പറ്റില്ല. അത് പ്രത്യേകമായിട്ടൊരു പാട്ടാണ്. അതുമാതിരിയാണ് തായമ്പക.
വ്യക്തിപരമായിട്ട് ചെയ്യുന്നൊരു വിഷയമാണ്. മേളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭജിച്ചിട്ട് ഒന്നിച്ച് സഞ്ചരിക്കാം. ആ വരികൾ തെറ്റാനേ പാടില്ല. നിങ്ങൾക്ക് അവിടെ ഒരു മനോധർമ്മത്തിനും വഴിയില്ല. റൈറ്റ്. സ്വയമായിട്ടൊന്നും അതിൽ ചെയ്യാനില്ല. അത് കൃത്യമായിട്ട് ഭജിച്ച് അവിടെ എത്തുക. തായമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ചട്ടക്കൂടുണ്ട്. പക്ഷെ ആ ചട്ടക്കൂട് നിലനിന്നുകൊണ്ട് നിങ്ങൾക്ക് പല സഞ്ചാരങ്ങളും ചെയ്യാനുള്ള ഇപ്പം ഇവിടെ ഇരുന്ന് പറയാച്ചാൽ ഒന്നും നേരത്തെ ശങ്കർ പറഞ്ഞാൽ ഒരു പൊട്ട ഉത്തരാവെന്ന് വെച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാം. ഇപ്പൊ ന്യൂജേഴ്സിയിലാണ് ഇരിക്കുന്നതാണ് എൻ്റെ അറിവ്. റൈറ്റ്. ഇവിടുന്ന് ന്യൂയോർക്കിൽ പോകണമെങ്കിൽ ഒരുപക്ഷെ പല വഴികളും ഉണ്ടാവും. പക്ഷെ നമ്മളെ ലക്ഷ്യം ന്യൂയോർക്കിൽ എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വഴിക്ക് സഞ്ചരിച്ചാലും ന്യൂയോർക്കിൽ എത്തുക. അതുമാതിരി തായമ്പക്ക് കൃത്യമായിട്ടൊരു ചട്ടക്കൂടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ സഞ്ചരിക്കാനുള്ള സ്ഥലം അതുണ്ട്. അത് മേളത്തിനില്ല. റൈറ്റ്. അതാണ് എൻ്റെ വ്യത്യാസം. സഞ്ചരിച്ച് അവിടെ തന്നെ എത്തണം. നമുക്കൊരു ലക്ഷ്യം വെച്ചാൽ അവിടെ എത്തണം. പക്ഷെ അത് ഒരേ വഴിക്ക് ആ വഴിക്ക് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമാണ് മേളത്തിന്. തായമ്പൊക്കെ അതല്ല. നിങ്ങൾ എങ്ങനെ ആ സഞ്ചരിക്കുന്ന വഴി കണ്ടെത്തല്, അതാണ് തായമ്പയുടെ മനോധർമ്മം. നമ്മൾ സഞ്ചരിക്കുന്ന ആ വഴി കണ്ടുപിടിക്കല്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ വയനാട്ടിലൊക്കെ പോകണമെങ്കിൽ വഴി കണ്ടുപിടിക്കണം. നമ്മുടെ കേരളത്തിൽ നിന്ന് കർണാടക ബോർഡറിലാണ് ഞങ്ങൾ ഏകദേശം ജീവിക്കുന്നത്. മട്ടന്നൂര് വീരാജ്പേട്ട എന്ന് പറഞ്ഞ കർണാടക സ്ഥലത്ത് എത്തണമെങ്കിൽ അതിനൊരു വഴി വെട്ടി തെളിച്ച ഒരാളുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മേമൻ എന്നാണ്. മേമൻ എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ നിന്ന് വഴി കണ്ടുപിടിച്ചത് വീരാജ്പേട്ടക്ക്, കർണാടകത്തിലേക്ക്. അവനെ ഇല്ലാണ്ടാക്കുക ചെയ്തത്. കാരണം അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ആ വഴി ഇനി ആ വഴി അവനാ കണ്ടുപിടിച്ചെന്ന് പറയരുതെന്ന് ചിലപ്പോ ഇതൊക്കെ ആവശ്യമുള്ള വേണ്ടത് മാത്രം കേൾപ്പിച്ചാൽ മതി. ഞാനൊരു ചരിത്രം പറയുന്നത്. അങ്ങനെ ഇപ്പോഴും ആ സ്ഥലത്തിന്റെ പേര് പോകുന്ന ഇൻ ബിറ്റ്വീൻ കേരള ആൻഡ് കർണാടക വഴി മട്ടന്നൂർ പോകുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മേമനക്കൊല്ലി എന്നാണ്. അത് എന്താ കാരണത്തിൽ ഇനി ആ അവകാശം മേമനാണ് അത് കണ്ടുപിടിച്ചതെങ്കിലും ആ അവകാശം മേമന് കൊടുക്കാൻ പാടില്ല. കാരണം അന്നും കാട്ടുജാതിക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് കൃത്യമായിട്ട് പറയുന്നു. അവിടെ സ്മാരകം വരുന്നു. അപ്പൊ അത്തരം വഴി കണ്ടുപിടിച്ചത് അതാണ് നമ്മുടെ കാരണവന്മാർ ചെയ്തത്. അതുകൊണ്ടാണ് ഒരേ സാധനമാണ്. ഇപ്പൊ അരിയും ഉഴുന്നും ചേർത്ത് അരച്ചാൽ ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ മാവ് കൂട്ടൊന്നും തന്നെ, ചെറിയ ചില വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇതുമാതിരി ഒന്ന് കൃത്യമായിട്ട് ഒരുമിച്ച് ഒരു സമൂഹത്തിനെ കൊണ്ടെടുക്കും, ഒരു ലീഡർ. അതാണ് മേളം. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിൽ 250 ആള് പങ്കെടുത്തത് നടക്കുന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് താളങ്ങളും കാര്യങ്ങളും ഒന്നാണ്. പക്ഷെ ആ സമയപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് എങ്ങനെ കൊണ്ടുനടത്തുക, ഒരു ഡ്രൈവറെ ജോലി. അതാണ് മേളപ്രമാണത്തിന്. തായമ്പുക എന്ന് പറഞ്ഞാൽ അതല്ല. മനോധർമ്മമായിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യുക, അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ എല്ലാ കഴിവുകളും കാണിക്കാനുള്ള സ്ഥലങ്ങൾ പൂർവികർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് കാണിക്കുന്ന ഈ വികൃതി കൊട്ടാന്നൊക്കെ പറയാറുണ്ട്. അത്തരം വികൃതികളാണ് നമുക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്ന അത്തരം വികൃതിയിലൂടെയാണ്. അപ്പൊ ആ വികൃതി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നേരെ നടക്കാൻ, ഈ വളയിൽ ചാടിയിട്ട് വളയില്ലാണ്ട് ചാടുന്ന ഒരു കൊല്ലുണ്ട്. അതുമാതിരി ആദ്യം കൃത്യമായിട്ട് നിങ്ങൾ സഞ്ചരിക്കുക, സത്യസന്ധമായിട്ട് സഞ്ചരിക്കാം. അതാണ് മേളം. പിന്നെ നിങ്ങൾ സത്യസന്ധവും കൃത്യതയും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടേതായ ചെറിയ വികൃതികളും കൂടി കഴിഞ്ഞ് ആ വികൃതി ഇന്ന് ലോകത്തിന് ഇഷ്ടമാണ് പഴയതിനേക്കാളും. ഇപ്പൊ ആ വികൃതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റൊക്കെ സാധാരണയായി. ഇപ്പോ അത് മാറി ആ വികൃതി കൊട്ടുന്നതിലാണ് നമുക്ക് വ്യക്തിത്വം അളക്കുന്നത് ഒരു കാലമായി മാറി ഇപ്പോഴും. അതാണ് കുട്ടികൾ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് അവർ പറയാൻ വിട്ടുപോയ ഒരു ഭാഗമുണ്ട്. അവർ 5 കാലം ഇതൊക്കെ പറഞ്ഞാലും നാട്ടിൽ ഇപ്പോൾ പറയുന്ന ഒരു വിഷയം മട്ടന്നൂർ ബാണി എന്നൊക്കെ പറഞ്ഞാലും തായമ്പയുടെ മുഖം മാറ്റിയെടുത്തു എന്നാണ്. അത് ആക്ഷേപമാണെങ്കിൽ ശരി, എല്ലാ മനുഷ്യന്മാർക്കും മുഖമുണ്ട്. ശങ്കരനുണ്ട്, മക്കൾക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷെ
സുന്ദരമായ ഒരു മുഖമാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. റൈറ്റ്. അപ്പൊ അത്തരം മുഖം ഉണ്ടാക്കുന്ന വിഷയത്തിൽ ആ മുഖം മാറ്റിയെടുക്കല് അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്ത് മാറ്റിയെടുക്കുക. ഇപ്പോ ശ്രീകാന്തോ ശ്രീരാജ് ആരാ പറഞ്ഞത് അതുമാതിരി ബാക്കിയുള്ളവരെല്ലാം അത് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ എന്നൊരു ബാണിയുടെ തുടക്കം തന്നെ ഈ മുഖം മാറ്റിയെടുത്തു നല്ല മുഖം ആക്കി എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ Right. മുഖം നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരവസ്ഥ. നാളെ കുറച്ചും കൂടി നല്ല മുഖങ്ങൾ വേറെ ആൾ ഉണ്ടാക്കട്ടെ. റൈറ്റ്, റൈറ്റ്. പുതിയ പുതിയ ശൈലികൾ ഉണ്ടാവട്ടെ. പക്ഷെ മട്ടന്നൂർ എന്ന ആ ഒരു ബാണി, മട്ടന്നൂർ ശൈലി, അതിന്റെ ഒരു ലെഗസി അത് ശ്രീകാന്തും ശ്രീരാജും മുമ്പോട്ട് തുടരും എന്ന് തന്നെയാണ് ഞങ്ങളെ പോലെ എല്ലാ ആരാധകരുടെയും വിശ്വാസം. അപ്പൊ എനിക്ക് ഇത് ഈ ഇന്റർവ്യൂല് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പാർട്ടായിട്ടല്ല, ഇത് ഇനി കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം സാറിന് അത്രയും പറയാനുണ്ട്, ശ്രീകാന്തിനും ശ്രീരാജിനും അത്രയും പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് US ടൂറിന്റെ തിരക്കുകളും ഉണ്ട്. അതുകൊണ്ട് മാത്രം സമയപരിധി കൊണ്ട് മാത്രം ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സാർ. അതായത് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഈ ഒരു കലാരൂപം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വാക്കുകൾ കടം കൊള്ളുകയാണ് ഒരു ക്രിക്കറ്ററിന്റെ, ബ്രയൻ ലാറിയുടെ ഒരു വാക്കുകൾ കടം കൊള്ളുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, നമ്മളൊരു ഒരു സ്പോർട്സ് ഫോം എടുത്തു കഴിഞ്ഞാൽ അതായത് റെക്കോർഡ് സൃഷ്ടിക്കുന്ന പല പ്ലേയേഴ്സും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ വിട്ടുപോകാത്ത ചില പേരുകൾ ഉണ്ടാവും. ആരെത്ര സെഞ്ചുറി അടിച്ചു എന്നുള്ളതല്ല, ചരിത്രത്തിന് ഇഷ്ടപ്പെടുന്ന ചില പേരുകളുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേര്. ക്രിക്കറ്റിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ടെണ്ടുൽക്കറിന്റെ പേര് രേഖപ്പെടുത്താതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ ചരിത്രവും വാദ്യകലയുടെ ചരിത്രവും എടുത്താൽ നിരവധി സ്റ്റേറ്റ് ഷോസും പ്രമാണിമാരും പ്രമുഖരൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ആദരവുണ്ട്. പക്ഷെ ചരിത്രം ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട് എഴുതുന്ന പേരായിരിക്കും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ എന്ന പേര്. ആ ഒരു പേര് എഴുതാതെ ആ കലാരൂപത്തിനോ ആ ചരിത്രത്തിനോ ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ആ ലെഗസി അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ വളരെ കഴിവുറ്റ രണ്ട് മക്കളും ഉണ്ട്, ശ്രീകാന്തും ശ്രീരാജും. നിങ്ങൾ 3 പേർക്കും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിനും ഉത്തരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനും, വളരെ ലളിതമായ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനും 1000 നന്ദി. ഈ ടൂറിനും ഇനി വരാനുള്ള എല്ലാ ടൂറിനും എല്ലാ കൊളാബറേഷൻസിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്. ഇനി ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് നിർത്തിയാ പോരെ? മതി സർ, സാർ പറഞ്ഞോളൂ. ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോഴും മനസ്സുകൊണ്ട് എനിക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ ജനങ്ങൾ പറയുന്ന 70 വയസ്സായി എന്നാണ്. കഴിഞ്ഞ മാസമായിരുന്നു 70ാം പിറന്നാളിന്റെ ആഘോഷം എന്ന് പറയാൻ പാടില്ല. കഴിഞ്ഞ മാസം ഈ 70ാം പിറന്നാളിന് ഞാൻ ചെയ്തൊരു വിഷയം വിദ്യാശങ്കർ പറഞ്ഞ മാതിരി കൃത്യമായിട്ട് ഏകദേശം ഓർമ്മ വെച്ച കാലം മുതൽ കിട്ടിത്തുടങ്ങിയ മൊമെന്റോകൾ, ഇതിന് ഒരു മ്യൂസിയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. ലോകത്തുള്ള ആർക്ക് വന്നാലും കേരളത്തിലെ ഒരു ചെണ്ട കലാകാരന്റെ ജീവിതത്തിന്റെ കൃത്യമായ ഒരു കാഴ്ച, അതിന് ലോകത്തുള്ള എല്ലാവരെയും ഞങ്ങൾ താമസിക്കുന്ന വെള്ളിനെയിൽ ക്ഷണിക്കുന്നു. അത് വന്ന് കാണാം, കേൾക്കാം. തീർച്ചയായും കാണണം എല്ലാവരും. ഈ കലാരൂപത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും അത് പോയി കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.